ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടില്ല. ആ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. പെരും ചൂടിനൊപ്പം ഇപ്പോൾ ലോഡ് ഷെഡിംഗ് കൂടി നേരിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലെത്തിയതോടെയാണ് നിയന്ത്രണം വേണമെന്ന് KSEB ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ ഉന്നതതല യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. കൊച്ചിയിലും മലപ്പുറത്തും അർദ്ധരാത്രി നാട്ടുകാർ KSEB ഓഫീസ് ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടു. വോൾട്ടേജ് ക്ഷാമവും അതിരൂക്ഷമാണ്. ചൂട് കൂടിയതിനു പിന്നാലെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നു. 113.15 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 5646 മെഗാവാട്ടായി ഉയർന്നു. 88.45 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ പുറത്തുനിന്ന് എത്തിച്ചത്. ഉപയോഗം വർദ്ധിച്ചതോടെ പ്രസരണ വിതരണ മേഖല പ്രതിസന്ധിയിലായി. സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമായി. ഇതോടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മെയ് 2 ചേരുന്ന ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി 24-നോട് പറഞ്ഞു. 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പവർ സിറ്റുവേഷൻ്റെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താൻ അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം വരുന്നുണ്ടാവും. ലോഡ് കൂടുതലാകുമ്പോൾ പവർ ഡ്രിപ്പാകുന്നത്, സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പാകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരും. ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഓവറായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ അത് സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. പകൽ സമയത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന് കരുതി വീട്ടിലെത്തിയാൽ കറണ്ടിന്റെ ഒളിച്ചോട്ടം. വൈദ്യുതി എപ്പോൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു വിവരവുമില്ല. കറങ്ങാത്ത ഫാനും നോക്കി വിയർത്ത് കൊളിച്ച് എത്ര നേരം ഇങ്ങനെ കിടക്കും. ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ അവസ്ഥ കൂടുതൽ ദയനീയം. സമയമൊന്നും നോക്കാതെ പൊതുജനം തെരുവിൽ ഇറങ്ങിത്തുടങ്ങി. സംസ്ഥാനത്ത് KSEBയുടെ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ അർദ്ധരാത്രി പൊതുജനങ്ങളുടെ പ്രതിഷേധമാണ്. മുന്നറിയിപ്പില്ലാതെ തുടർച്ചയായി മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതാണ് കാരണം. ഇന്നലെ അർദ്ധരാത്രി കൊച്ചിയിലും മലപ്പുറത്തും പ്രതിഷേധമുണ്ടായി. വൈദ്യുതി മുടക്കം സംബന്ധിച്ച് വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കുന്നില്ലെന്നും നേരിട്ടെത്തിയ ആളുകളോട് മോശമായി പെരുമാറിയെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഞങ്ങൾ 4-5ഓളം ദിവസമായിട്ട് ഇവിടെ വന്ന് ശക്തമായിട്ട് KSEBയിൽ പാലാരോട്ട് ഓഫീസിൽ പ്രതികരിക്കുന്നുണ്ട്. റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല. അദ്ദേഹം ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക. ഞങ്ങൾ ചോദിക്കുമ്പോൾ എയുടെ മറ്റുള്ളവരുടെ ഓഫീഷ്യൽസിന്റെ നമ്പർ, കള്ളത്തരായിട്ട് നമ്പർ തരിക. ഞങ്ങളെ വിളിച്ച് മണിക്കൂറോളം, ഞങ്ങൾ 1 മണിയായി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഫോൺ കംപ്ലൈന്റ് ആണെന്നാണ് പറയുന്നത്. മലപ്പുറം തലപ്പാറയിൽ KSEB ഓഫീസിലേക്ക് നാട്ടുകാർ ചൂട്ടുകത്തിച്ചാണ് എത്തിയത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇത് ട്രാൻസ്ഫോർമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകാനും ഇടയാക്കുന്നു. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ മണിക്കൂറുകൾ വേണം. പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാലും വിതരണ ശൃംഖല താറുമാറായാൽ നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ബോർഡിന്റെ നിലപാട്. ഓവർലോഡ് കാരണമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വരുന്നത് എന്നാണ് KSEBയുടെ വിശദീകരണം. AC-യുടെ അമിത ഉപയോഗവും വൈദ്യുതി പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു എന്നും KSEB. നല്ല രീതിയിൽ വൈദ്യുതി നൽകാനാവില്ലെങ്കിൽ ഈ വകുപ്പ് എന്തിന് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ചൂട് കാരണം രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. അതിനിടയിൽ കറണ്ട് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, പലയിടത്തും വോൾട്ടേജ് കുറവ്, അങ്ങനെ ഈ പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന് വന്നപ്പോൾ അത് പരാതിയായി, അത് പ്രതിഷേധമായി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഇന്നലെ രാത്രി നമ്മൾ കണ്ടു. വൈദ്യുതി ഇല്ലാത്തതിനാൽ രാത്രിയിൽ തന്നെ പലരും പ്രതിഷേധവുമായി KSEB ഓഫീസിന് മുന്നിലേക്ക് എത്തി. ഈ ചൂടുകാലത്ത് വൈദ്യുതി മുടങ്ങുന്നത് വലിയ ദുരിതമാണ് എന്നും ഇത് ആവർത്തിക്കരുത് എന്നും ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മുന്നറിയിപ്പ് നൽകുന്നു ചില പ്രതികരണങ്ങൾ. രാത്രി കറണ്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. കറണ്ട് പോകാൻ ഒരു പ്രശ്നമല്ല, പ്രശ്നമാണ്. കാരണം 10 മണിയായി കഴിഞ്ഞാൽ കറണ്ടില്ല. 10 മണി നല്ല പടക്കാൻ പാലുണ്ട് ചിലപ്പോൾ. പക്ഷേ ഈ രാത്രി 10 മണിക്ക് ശേഷം കറണ്ട് ഒരു ദിവസം ഉണ്ടാവില്ല. അഥവാ പോയാൽ 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും, പിന്നെയും പോകും. ഇപ്പം ഇന്ന പോകാതെ പേപ്പറിൽ വായിച്ചു പോകുമ്പോൾ വന്നിട്ട് പറഞ്ഞ ലോഡ് ഷെഡിങ് മറ്റേ മറിച്ച്
ലോഡ് താങ്ങാഞ്ഞിട്ടാണ്. ലോഡ് താങ്ങാഞ്ഞിട്ട് കുഴപ്പമില്ല. ബില്ലിൽ ലോഡൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേ കറണ്ട് ഇല്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. കറണ്ട് ഉണ്ടായാൽ തന്നെ ഭയങ്കര ചൂടാണ്. ഫാൻ സ്പീഡില്ലാതെ അത് ഒന്ന് വോൾട്ടേജ് കമ്മിയാണ്. പിന്നെ ഉള്ള കറണ്ട് പോയാലും ബുദ്ധിമുട്ട് എന്തേക്കാനും. പിന്നെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് കറണ്ട് ഉണ്ടായാലേ ഫാൻ ഇറങ്ങുള്ളൂ. അപ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അടുക്കള കറണ്ട് പോകുന്നുണ്ട്, പക്ഷേ അതേമാതിരി 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ വരും ചോദിച്ചും പിന്നെ പോകും. പ്രശ്നം തന്നെയാണ്. കറണ്ട് പോയി വരുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. നമ്മൾ തന്നെ ഫാന്, ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കംപ്ലൈൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. എന്താ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ കറണ്ട് പോകാതെ കറണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി. കറണ്ട് എപ്പോഴും പോക്കും വരവും തന്നെയാണ്. രാത്രി 10 കഴിഞ്ഞാൽ വോൾട്ടേജല്ല, ഭയങ്കര പ്രശ്നമാണ്. രാത്രിക്ക് ചൂടാണ്, കറണ്ട് പോകുന്നുണ്ട്. പിന്നെ കറണ്ട് പോയി പവർ കട്ട് മാതിരിക്ക് നമ്മൾ കുറച്ച് മുമ്പ് ഒരു 5-6 കൊല്ലം മുമ്പ് പവർ കട്ട് ഉണ്ടായിരുന്നല്ലോ, അതില്ലല്ലോ. ഇത് ഓവർലോഡിൻ്റെ ഭാഗമായിട്ട് പോവാണ്. മിനിറ്റുകൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് കറണ്ട് വരുന്നുണ്ട്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടാണ്. സാധാരണ ഇല്ലാത്ത രീതിയിലാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.